ലോറൻസ് ചേട്ടൻ എന്നെ സംബന്ധിച്ചുള്ളത് എൻ്റെ ഒരു പിതൃതുല്യനായിരുന്നു. ഒത്തിരി സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. ഇടയ്ക്കിടയ്ക്ക് പുള്ളി ആശുപത്രിയിലായിരുന്നപ്പോഴും പുള്ളിയുടെ മൂത്തവൻ സജിയുടെ വീട്ടിൽ ഞാൻ വെച്ച് കണ്ടിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒത്തിരി കാരുണ്യപൂർവ്വം എന്നോട് പെരുമാറിയ വ്യക്തികളിൽ ഒരാളാണ്. കാര്യം ആ എടപ്പള്ളി സംഭവത്തിൽ എൻ്റെ അച്ഛൻ മരിച്ചുപോയെങ്കിലും ആ ഒരു എന്താ പറയുക, ആ ഒരവസ്ഥയിൽ അദ്ദേഹവും എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ ഡ്യൂട്ടി ചെയ്തു, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തു. പക്ഷെ ഇത് കഴിഞ്ഞ് 1-2 പ്രാവശ്യം അദ്ദേഹമായിട്ട് വീട്ടിൽ ഞങ്ങൾ വ്യക്തിപരമായിട്ട് സംസാരിക്കാനൊക്കെ ഇടയുണ്ട്. അപ്പോഴൊക്കെ ഒരു പിതൃതുല്യനായ സ്നേഹത്തോടു കൂടിയാണ് എന്നോട് പെരുമാറുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം കേട്ടപ്പോൾ ബോണി സാറാണ് എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ആദ്യ സാർ മരിച്ചു. അത് കഴിഞ്ഞ് പുള്ളിയുടെ മോൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു വർഷത്തിൽ എന്തോ ഒരു നഷ്ടബോധമാണ് എനിക്കുണ്ടായി. എനിക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മ എനിക്കത്രേ ഉള്ളൂ. പുള്ളി ഞങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ചില ഒന്നിൻ്റെ കാര്യങ്ങൾ. കാരണം എൻ്റെ അച്ഛൻ്റെ എന്താ പറയുക, മരിച്ചടക്കിയ പറവൂർ കോട്ടക്കാപ്പള്ളിയിലാണ്. അപ്പോൾ അവിടെ ഒരു ഫലകം ഞാൻ വെച്ചിരുന്നു, ഇൻ ലവിങ് മെമ്മറി. അപ്പോൾ ആ ഫലകം അവിടെ എന്നോട് പോലും ചോദിക്കാണ്ട് അത് എടുത്തു മാറ്റി. അപ്പം ഞാൻ ലോറൻസ് അങ്കിളിലൊക്കെ വന്നിട്ട് ചോദിച്ചു, അങ്കിളിങ്ങനെ എൻ്റെ അച്ഛൻ്റെ ഒരു ഫലകം ഉണ്ടായിരുന്നത് പള്ളിക്കാരെടുത്ത് മാറ്റിയല്ലോ, അങ്കിളിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പക്ഷെ നോക്കട്ടെ ജോസഫ്, എന്നെ തോളെ തട്ടിക്കൊണ്ടാണ് പറഞ്ഞത്, നോക്കട്ടെ, എനിക്ക് ചെയ്യാവുന്ന വിധത്തിൽ എന്തെങ്കിലും വിധത്തിലൊക്കെ ചെയ്തു തരാം. അപ്പോൾ എന്താണ് പറയുക, എനിക്കറിയില്ല. ഇപ്പോൾ അദ്ദേഹം എൻ്റെ അച്ഛനോട് വൈരാഗ്യമുള്ള ഒരു വ്യക്തിയായിരുന്നിരിക്കില്ല അപ്പോൾ പുള്ളിക്കെന്തോ എന്നെ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു മകനെ എൻ്റെ പിതൃതുല്യ സ്നേഹമായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്കതൊക്കെ പറയാനുള്ളൂ. എൻ്റെ പേര് ജോസ് എന്നാണ്. ഞാനിപ്പോൾ പുന്നപ്പറയിലൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെൻ്ററിൻ്റെ വോളണ്ടിയറാണ്. 25 വർഷമായിട്ട് അവിടെ സേവനം ചെയ്യുക. രോഗികളുണ്ട്, ക്യാൻസർ പേഷ്യൻസിന്. അതൊരു ക്യാരിസമായിട്ട് എടുത്തിരിക്കുകയാണ്. അവിടെ ഫുൾ ടൈം ഞാൻ അവിടെ വർക്കറാണ്. ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് പോകണം. അദ്ദേഹത്തിനെ കണ്ട് അനുശോചനം രേഖപ്പെടുത്തിയിട്ട് പോകാമല്ലോ എന്ന് എഴുതിയിട്ട്. താങ്ക് യു.